എക്സാമിനെ കുറിച്ചുള്ള പ്രത്യേക എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാരെയും ഏറ്റവും സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങളെല്ലാവരും റോഡ് മാപ്പൊക്കെ ഉണ്ടാക്കിയല്ലോ അല്ലേ? റോഡ് മാപ്പൊക്കെ ഉണ്ടാക്കി പഠനമൊക്കെ എങ്ങനെ പോകുന്നു? നന്നായിട്ടൊക്കെ പോകുന്നു എന്ന് വിശ്വസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. നന്നായിട്ട് പരീക്ഷ എഴുതാനും പഠിച്ച കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഓർത്തിരിക്കാനും കോൺസെപ്റ്റൊക്കെ ക്ലിയർ ചെയ്ത് ഒക്കെ നന്നായിട്ട് പഠിക്കാനൊക്കെ ഓർത്തിരിക്കാനൊക്കെ ആയിട്ട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് എല്ലാവർക്കും വേണ്ടി. നമുക്കറിയാം ഇനി നമ്മൾ എക്സാം ഹോളിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ നിങ്ങൾക്കറിയാം. ചിലപ്പോൾ ടീച്ചേഴ്സൊക്കെ ഒരുപക്ഷെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ട് കാണാം. എങ്കിലും ഒരിക്കൽ കൂടി ഒന്ന് ഓർമ്മപ്പെടുത്തണം. എക്സാം ഹോളിൽ നമ്മൾ സാധാരണ ചെയ്യുന്ന കാര്യം, നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറും ആൻസർ ഷീറ്റും ഒക്കെ നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു 10 മിനിറ്റ് സ്നേഹമുള്ള കൂട്ടുകാരെ ക്വസ്റ്റ്യൻസ് വായിക്കാനായിട്ട് നമ്മൾ മാറ്റിവെക്കണം. ആദ്യ 10 മിനിറ്റ്. കാരണം അതാണ്, ഏതൊക്കെ ക്വസ്റ്റ്യൻസ് എനിക്കറിയാം, ഏത് ക്വസ്റ്റ്യനിലാണ് ഞാൻ കൂടുതൽ കോൺഫിഡൻ്റ് ആയിട്ടുള്ളത്, അതിനെ തിരഞ്ഞെടുത്ത് നമുക്ക് എഴുതാനാണ്. അപ്പോൾ ആദ്യത്തെ 10 മിനിറ്റ് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് വായിക്കുക. നമ്മൾ പ്രാർത്ഥനയും മറ്റു കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം അടുത്ത കാര്യം എന്താണ്, ഈ ക്വസ്റ്റ്യൻ പേപ്പർ വായിക്കുമ്പോൾ തന്നെ നമുക്കറിയാം മാർക്കിംഗ് സ്കീം കാണും. സാധാരണ പല കുട്ടികളും പലപ്പോഴും നമ്മുടെ അടുത്ത് സെഷന് വരും പറയാറുണ്ട്, ഞാൻ 20 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ വിട്ടു സമയം കിട്ടിയില്ല, അല്ലെങ്കിൽ 25 മാർക്കിൻ്റെ വിട്ടു സമയം കിട്ടിയില്ല. അവിടെ നമ്മളെപ്പോഴും മാർക്കിംഗ് സ്കീം നമ്മൾ അറിഞ്ഞിരിക്കണം. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യന് കുറേ അധികം സമയം നമ്മൾ ചെലവഴിച്ചാൽ ഒരിക്കലും നമുക്ക് നമ്മുടെ പേപ്പർ പൂർണ്ണമായിട്ട് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റാതെ വരും. അല്ല 5 മാർക്കിൻ്റെ 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യനൊക്കെ ചില നമ്മൾ വിട്ടുകളയേണ്ടതായിട്ട് വരും. അതുകൊണ്ട് മാർക്കിംഗ് സ്കീം എപ്പോഴും ശ്രദ്ധിച്ചേക്കണം. നമുക്കറിയാം, ഇപ്പോൾ ഒരു 7 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ നല്ല റൈറ്റിംഗ് സ്പീഡിൽ പോകുന്ന കുട്ടികളാണ് 2 പേജ് വേണമെങ്കിൽ എഴുതാം, 1.5 പേജ് വൃത്തിയായിട്ട് എഴുതിയാലും മതി. ആ കാര്യം കൃത്യമായിട്ട് എഴുതി കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മളത് കൃത്യമായിട്ട് നമ്മൾ ആ കാര്യം മാർക്കിംഗ് സ്കീമിൽ ശ്രദ്ധിച്ചേക്കണം. അടുത്ത കാര്യം, നമ്മൾ എഴുതുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ടീച്ചേഴ്സിന് പേപ്പർ നോക്കാനായിട്ട് ഈസി ആക്കാത്ത രീതിയിൽ വേണം എഴുതാനായിട്ട്. നമ്മുടെ കീവേഡ്സുകളൊക്കെ നമ്മുടെ ആൻസർ ഉൾപ്പെടുത്തണം. അതോടൊപ്പം തന്നെ ഇങ്ങനെ വലിയ ലെങ്തി ആൻസറായിട്ട് പാരഗ്രാഫ് മുഴുവൻ എഴുതി വെച്ച് നമ്മൾ ബുള്ളറ്റ് പോയിന്റുകളൊക്കെ എഴുതണം. അതൊക്കെ അണ്ടർലൈൻ ചെയ്യണം. അത് ഓരോ ബോർഡിനും അതിൻ്റെ നിയമങ്ങളുണ്ട്, അതൊക്കെ നിങ്ങൾ പാലിക്കണം കേട്ടോ. അപ്പോൾ അതിനുശേഷം എന്ത് ചെയ്യണം, ഇതൊക്കെ അണ്ടർലൈൻ ചെയ്യണം. അപ്പോൾ എന്താണ്, ടീച്ചേഴ്സിനൊക്കെ ഇത് കൃത്യമായിട്ട് വായിക്കാനായിട്ട് പറ്റും. അതോടൊപ്പം ലാംഗ്വേജുകൾക്കൊക്കെ ആണെങ്കിൽ നമുക്കൊരു വേർഡ് ലിമിറ്റ് വേണമല്ലോ. 60 വാക്കുകൾ എഴുതാം, അല്ലെങ്കിൽ 120 വാക്കുകൾ എഴുതിയാൽ മതി. അപ്പോൾ വേർഡ് ലിമിറ്റിലൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. എങ്കിലാണ് നമുക്ക് എല്ലാ ക്വസ്റ്റ്യനും പൂർണ്ണമായിട്ട് എഴുതാനായിട്ട് പറ്റും. ഒരു ക്വസ്റ്റ്യൻ പോലും വിട്ടേക്കല്ല. അടുത്തത് എന്താണ്, നമ്മുടെ ജോഗ്രഫി അല്ലെങ്കിൽ സയൻസിനൊക്കെ ഡയഗ്രംസ് വരും. ഡയഗ്രംസ് നന്നായിട്ട് വരയ്ക്കുക. ചിലപ്പോൾ വരയ്ക്കാനൊക്കെ നമുക്ക് കഴിവ് കുറവായിരിക്കും, അതൊന്നും ആരും നോക്കുന്നില്ല. ആ ഡയഗ്രംസ് നന്നായിട്ട് ലേബൽ ചെയ്യുക. നമ്മളെക്കൂടെ അറിയാവുന്ന രീതിയിൽ നമ്മുടെ കഴിവനുസരിച്ച് വരച്ച് മര്യാദയ്ക്ക് ലേബൽ ചെയ്യാനായിട്ട് നമുക്ക് പറ്റണം. അതോടൊപ്പം തന്നെ മാത്സിലേക്ക് വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഫോർമുലകൾ. ആദ്യം മാത്സിൻ്റെ ഫോർമുല എഴുതണം, അതിനുശേഷം വരുന്നതാണ് കാൽക്കുലേഷൻ സ്റ്റെപ്പ്, പിന്നെയാണ് ഫൈനൽ ആൻസർ വരുന്നത്. ചില ബോർഡിലൊക്കെ ഇതിനെല്ലാത്തിനും മാർക്കുണ്ട്. ഫോർമുലയ്ക്ക് ഒരു മാർക്കുണ്ട്, കാൽക്കുലേഷൻ സ്റ്റെപ്സിന് ഒരു മാർക്കുണ്ട്, ഫൈനൽ ആൻസറിന് ഒരു മാർക്കുണ്ട്. അപ്പോൾ ഇതെല്ലാം കൃത്യതയോടുകൂടി തന്നെ ചെയ്യാനുണ്ട്. മാത്സിലേക്ക് വരുമ്പം അവസാനത്തെ 10 മിനിറ്റ് എന്താ ചെയ്യുന്നത്, പ്രൂഫ് റീഡിങ്ങിന് വേണ്ടിയില്ല. നമ്മൾ എഴുതുന്ന സമയത്ത് പെട്ടെന്ന് എഴുതും, ടെൻഷനൊക്കെ പിടിച്ച് എഴുതുമ്പോൾ ഒത്തിരി മിസ്റ്റേക്കുകൾ വരും. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ അവസാനം ഒരു 10 മിനിറ്റ് പ്രൂഫ് റീഡിങ്ങിനായിട്ട് മാറ്റി വെക്കണം. ഒരു സ്നേഹമുള്ള കൂട്ടുകാരെ, ഇത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു സെഷനാണ്. എക്സാം ദിവസം നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, പേപ്പറൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മളത് ചെയ്യേണ്ടത്. ഇനി അടുത്ത എപ്പിസോഡിൽ നമ്മുടെ ഓരോ ടൈപ്പ് ആൻസേഴ്സ് ഉണ്ട്, അതിൽ എത്രമാത്രം ശ്രദ്ധിക്കണം, അത് എങ്ങനെയാണ് എഴുതുന്നതെന്ന് നമ്മൾ കൂടുതലായിട്ട് പഠിക്കും. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി യേശുനാമത്തിൽ എല്ലാ ദൈവാനുഗ്രഹങ്ങളും പരീക്ഷയ്ക്കായിട്ട് ആശംസിക്കുന്നു.